ഒരു നാടകം തട്ടിൽ കയറാൻ കുട്ടികൾ മാത്രം ഒരുങ്ങിയാൽ പോരാ. തട്ട് തയ്യാറാകണം, തട്ടിൽ സെറ്റിടണം. സെറ്റിടാനുള്ള സമയം അത്രയും കാണികൾ കാത്തിരിക്കുകയും വേണം. ആ കാഴ്ചകളിലേക്ക്. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടുത്ത നാടകത്തിലേക്ക്. കലോത്സവത്തിനെത്തുന്ന ഏത് ഇനത്തിനാണ് ഇത്രയും ഇടവേള? ഇല്ലപ്പാ. സ്റ്റേജിൽ വെറുതെ അങ്ങ് കയറി നിന്ന് പരിപാടി തുടങ്ങിയാൽ പോരല്ലോ. സെറ്റിട്ട് വേണം തട്ടിൽ കയറാൻ. സെറ്റിടാൻ സമയവും വേണം. സെറ്റിട്ടാൽ അത് സെറ്റായിരിക്കണമെന്ന് നാടകക്കാർ പറയും. സെറ്റിടേണ്ട സമയം ഞങ്ങൾക്ക് അത്ര സെറ്റല്ലെന്ന് ചില കാണികൾ പറയും. നാടകമല്ലേ, ഇച്ചിരി വൈകിയാലും ഞങ്ങൾ സെറ്റായി ഇരിക്കാമെന്ന് മറ്റു ചില കാണികൾ പറയും. അത് സെറ്റ് ചെയ്യാനും ഒരു നാടകം കഴിഞ്ഞിട്ട് അടുത്ത നാടകം ചെയ്യാൻ സമയം വേണമല്ലോ. അത് നമുക്ക് അറിയാലോ. അതിന്റെ അവസരമൊന്നുമില്ല. ഒരു നാടകത്തിന് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോലും ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സിൻ്റെ ആവശ്യമില്ല. വേഷം പോലും മാറാതെയും നമ്മൾ ഒരു വേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ പല പല വേഷങ്ങൾ ഒരാൾ തന്നെ അവതരിപ്പിക്കുന്നതൊക്കെ ഒരുപാട് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. സെറ്റിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. അതല്ല, അതിനകത്തെ കണ്ടന്റ് സ്ക്രിപ്റ്റുമാണ് നാടകത്തെ സംബന്ധിച്ച് ഏറ്റവും വലുത്. സെറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട് രണ്ടിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. സെറ്റിന് വലിയ പ്രാധാന്യമൊന്നും തോന്നുന്നില്ല. സെറ്റ് വെറും ഒരു കാഴ്ച മാത്രം. സെറ്റുകളില്ലെങ്കിൽ നാടകം അത്രത്തോളം വിജയിക്കത്തില്ല. സെറ്റിടാൻ വൈകിയാൽ കാര്യങ്ങൾ അത്ര സെറ്റ് ആവില്ല. ഒന്നാമത്തെ തന്നെ ഈ 30 മിനിറ്റിനുള്ളിൽ ഈ കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് വലിയൊരു പ്രയാസം. കാരണം ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ പ്രശ്നമില്ല, കൂടിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട്. അതിശയിപ്പിക്കുന്ന ചില സെറ്റുകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കണ്ടോ, കയ്യടി സ്റ്റേജിലെ സെറ്റ് കൊണ്ടുപോയി. ഇത് മൊത്തം സെറ്റാണ് കേട്ടോ. കമ്പി, കാർഡ്ബോർഡ്, തെർമോക്കോൾ, പോളിഫോം, കടലാസ്, തുണി എല്ലാം സെറ്റ്. വേദിയിൽ നാടകങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെടുമ്പോൾ കലോത്സവവും സെറ്റ്. കൊല്ലത്ത് കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ രോഷ്നി ഇൻ റിപ്പോർട്ടർ.